ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തി. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമെന്ന ടാഗ്ലൈനോടെ എത്തിയ ഈ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണമാണ് പങ്കുവയ്ക്കുന്നത്. നരിവേട്ട 2003 ഫെബ്രുവരി 19 വയനാട്ടിലെ മുത്തങ്ങയിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു രാഷ്ട്രീയ സാമൂഹിക ത്രില്ലറാണ്. ഭരണകൂട ഭീകരത, ഡീപ് സ്റ്റേറ്റ് പ്രൊപ്പഗാൻഡ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം സിനിമ ചർച്ച ചെയ്യുന്നു. ഒരുപക്ഷെ പലരും മറന്നുപോയ ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കാൻ നരിവേട്ടയ്ക്ക് സാധിക്കുന്നു. കഥാകാരന്റെ ഭാവന കൂടി ചേർത്തുവെച്ച് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം മുത്തങ്ങയിലെ നരവേട്ടയുടെ ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ്. ആദ്യ പകുതി ചിലയിടങ്ങളിൽ അല്പം മന്ദഗതിയിലാണെങ്കിലും രണ്ടാം പകുതിയോടെ ചിത്രം അതിന്റെ തീവ്രമായ കഥാഖ്യാനത്തിലേക്ക് സഞ്ചരിക്കുന്നു. കഥാപാത്രങ്ങളും അഭിനയവും ടൊവിനോ തോമസിന്റെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകളിൽ ഒന്ന്. വർഗീസ് എന്ന പോലീസുകാരന്റെ വേഷം ടൊവിനോ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു. ടൊവിനോയുടെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പ്രണവ് ടെഫിന്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്നാണ്. താമിയെ തന്റെ ഉള്ളിൽ ആവിഷ്കരിച്ച് തന്നെ പ്രതിഫലിപ്പിക്കാൻ പ്രണവിന് സാധിച്ചു. സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ആര്യ സലീം, റിനി ഉദയകുമാർ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മനോഹരമാക്കി. പ്രത്യേകിച്ച് ചേരൻ തന്റെ ആദ്യ മലയാള സിനിമയിൽ തന്നെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ട്രൈബൽ കഥാപാത്രങ്ങൾ ചെയ്ത മറ്റ് അഭിനേതാക്കളും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ജേക്സ് ബിജോയുടെ സംഗീതം ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടാണ്. മിന്നൽവാല എന്ന ഗാനം ഇതിനകം ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. സിനിമയുടെ തീവ്രമായ പ്രമേയത്തിന് അനുയോജ്യമായ രീതിയിൽ സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക മികവ്, ചിത്രത്തിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം ഒന്നിനൊന്നു മികച്ചു നിൽക്കുന്നു. വിജയുടെ ഛായാഗ്രഹണം എടുത്തു പറയണം. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ എഡിറ്റർ. ദൃശ്യപരമായും ശ്രാവ്യപരമായും മികച്ച ഒരു അനുഭവമാണ് നരിവേട്ട പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. മൊത്തത്തിൽ ശക്തമായ ഒരു പ്രമേയവും മികച്ച അഭിനയവും സാങ്കേതിക മികവും ചേരുമ്പോൾ നരിവേട്ട ഒരു ക്വാളിറ്റി കാഴ്ചാനുഭവമായി മാറുന്നു. കാലം സംസാരിക്കാതെ പോകുന്ന, അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. തിയേറ്ററിൽ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സിനിമയാണിത്. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.